നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ദീപു എന്നാണ്. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു 10,000 അല്ല 1,00,000 നന്ദി പറയുകയാണ്. കാരണം നമ്മുടെ ചാനല്, യൂട്യൂബ് ചാനല് 10,500ഓളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 10,500. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്നെ പോലെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ 10,000 പേര് എന്നൊക്കെ പറയുന്നത് വലിയൊരു നമ്പറാണ്. അപ്പോൾ അതിന് നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും 1,000 നന്ദി ഒരിക്കൽ കൂടി പറയുകയാണ്. കാരണം തീർച്ചയായിട്ടും ഇത്രയും നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഓരോ വീഡിയോയും ചെയ്യാനുള്ള വരുന്ന കമൻറ്റുകളായാലും അതിന് വരുന്ന സപ്പോർട്ടായാലും ലൈക്ക് ആയാലും ഷെയർ ആയാലും നിങ്ങളുടെ മെസ്സേജ് അയക്കുന്നതായാലും എല്ലാം തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം ഇത്രയും സപ്പോർട്ട് തരുന്നത് കൊണ്ടാണ് നമുക്ക് പിന്നെയും പിന്നെയും അറിയാവുന്ന കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ചെറിയ ചെറിയ അറിവുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നതും അതിനായിട്ട് മുന്നോട്ട് വരാൻ സമയം കണ്ടെത്തുന്നതും അതിനുവേണ്ടി പ്രയത്നിക്കണം, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാനും തോന്നുന്നത്. അതിന് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൻ്റെ താഴെയുണ്ട് ഒരു ചുമന്ന ബട്ടണുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ നമുക്ക് കാണുന്ന പോലെ 10,000 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത്രയും ഉണ്ടെന്നുള്ള ഒരു സന്തോഷം. എന്ന് പറഞ്ഞ പോലെ ഓരോ ചാനലുകൾക്ക് ലക്ഷക്കണക്കിനാണ് സബ്സ്ക്രൈബേഴ്സ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇത് 10,000 എന്ന് പറയുന്നത് 1,00,000-ന്റെ വിലയാണ്. അതുകൊണ്ട് തുടങ്ങാം. അപ്പം ഇപ്രാവശ്യം ഞാൻ എല്ലാവർക്കും, ബിഗിനേഴ്സിനും അമച്ചറിനും പ്രൊഫഷണൽസിനും ഒക്കെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ പലർക്കും അറിയാവുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും, ഒരു ഇതാണ്. എങ്കിലും അറിയാത്ത ഒരുപാട് പേരുണ്ടെന്ന് ഇപ്പോഴും കരുതുന്നു. ആ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. അതായത് അത് കൂടുതൽ അതിനകത്ത് ഞാൻ ഒരു പുതിയ സോഫ്റ്റ്വെയറിനാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു പ്ലഗിൻസ്, ആ പ്ലഗിനാണ്. അതായത് ഒരു സോഫ്റ്റ്വെയറിനകത്ത് നിന്നുകൊണ്ട് മറ്റൊരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത് പോലെ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനം. ഇത് നൈക്ക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. നൈക്ക്, NIK എന്നാണ് സോഫ്റ്റ്വെയറിൻ്റെ പേര്. ആ സോഫ്റ്റ്വെയർ ഗൂഗിളിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് അബ്സല്യൂട്ട്ലി 100% ഇത് ഫ്രീ ആയിട്ടൊരു സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ സാധാരണ ഫോട്ടോഷോപ്പൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കണമെങ്കിൽ നല്ല വിലയാണ്. ഇപ്പോൾ പലരും പൈറേറ്റഡ് സോഫ്റ്റ്വെയറുകളും ക്രാക്ക് ചെയ്ത സോഫ്റ്റ്വെയറുകളും ഇങ്ങനെയൊക്കെയുള്ള സോഫ്റ്റ്വെയറുകളായിരിക്കും കൂടുതലും ഉപയോഗിക്കുന്നത്. അതിൻ്റെ വില കാരണം നമുക്കത് താങ്ങാൻ പറ്റാത്ത പലരും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. 150% അത് ഫ്രീ ആയിട്ടൊരു സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന ഗൂഗിളിൻ്റെ ഒരു സാധനമാണ്. അതിൻ്റെ ലിങ്കും അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നും അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നും അതിൻ്റെ ഓപ്ഷൻസും എല്ലാം ഞാൻ ഇത് തുടർന്ന് കാണിക്കുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന, എൻഹാൻസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണത്. ഈ സോഫ്റ്റ്വെയറിൽ കൂടുതലും കുറച്ച് പലതരത്തിലുള്ള എഡിറ്റിംഗ് ഉണ്ട്. എങ്കിലും ഒരു ഭാഗം മാത്രം ഞാനൊന്ന് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണ്. ബാക്കി കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനകത്ത് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അത് വളരെ ഒരുപാടുള്ള സാധനമാണ്. അതെല്ലാം നോക്കി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് അത് തുടർന്ന് വേണമെങ്കിൽ നമുക്ക് വേറെ എപ്പിസോഡുകളിൽ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഞാൻ കുറച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്തിനുള്ളിൽ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു തരാം. ബാക്കി നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. ഈ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പം അതിനായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ഓപ്ഷൻ ഉള്ള ഒരു സാധനമാണ് HDR എന്ന് പറയുന്ന HDR എന്ന് പറയുന്ന ഒരു കാറ്റഗറി. HDR ഫോട്ടോസും നിങ്ങൾ പലരും കേട്ടിരിക്കും. കേട്ടിട്ടില്ലാത്തവർക്കായിട്ട് പറയുകയാണ്. HDR എന്ന് വെച്ചാൽ ഇപ്പം ഈ ഫോട്ടോയ്ക്കകത്ത് ഒരു ഫോട്ടോയ്ക്കകത്ത് നമ്മൾ കാണുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്ന, നമ്മൾ അതിന് ഡീറ്റെയിൽസ് എന്നാണ് പറയുന്നത്. ഇപ്പം എൻ്റെ ഫേസ് ഇപ്പോൾ നോക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങളിപ്പോൾ എൻ്റെ ഫേസ് കാണുന്നത്. അപ്പോൾ എൻ്റെ ഫേസിനകത്ത് ഇവിടെ നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന് കാണാൻ പറ്റും. ഇവിടെ രോമം ഉണ്ടെങ്കിൽ രോമം കാണാൻ പറ്റും. ഇപ്പോൾ കണ്ണിലേക്ക് പോകാമെങ്കിൽ കൺപീലി കാണാൻ പറ്റും. അങ്ങനെ ഈ നമ്മളുടെ എന്താണോ നമ്മൾ ഫോട്ടോ എടുക്കുന്ന ആ ഒബ്ജക്റ്റിൻ്റെ കണ്ടന്റ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു പേനയാണ് കാണിക്കുന്നതെങ്കിൽ ആ പേനയ്ക്കകത്ത് ഇപ്പം നമ്മൾ പണ്ട് ഏതെങ്കിലും ഒരു സെലോന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് അതിൽ എഴുതിയിരിക്കുകയാണ്, അല്ലെ പാർക്കർന്നോ എന്തെങ്കിലും ഒരു പേനയ്ക്കകത്ത് എഴുതിയിരിക്കുക. ആ പേനയിൽ ആ എഴുതിയിരിക്കുന്ന ആ ലെറ്റർ നമുക്ക് വായിക്കാൻ പറ്റണം. അത് വാഷ് ഔട്ട് ആയിട്ട് പോവുകയോ അത് ക്ലിയർ അല്ലാതെ പോവുകയോ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ നഷ്ടപ്പെട്ടു എന്ന് പറയാം.
ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് വിവരണം പറഞ്ഞാൽ ഇപ്പം മുഖം തന്നെ എടുക്കുക, മനുഷ്യനെ തന്നെ എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കൺപീലി, പിന്നെ പുരികം, പിന്നെ തലമുടി, അങ്ങനെ എല്ലാം നമ്മുടെ ഇതൊക്കെ കിട്ടും. ചില സാഹചര്യങ്ങളിൽ ഈ ക്യാമറയുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഈ ക്യാമറ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇതിനെല്ലാം ഇരുട്ടും ലൈറ്റും പിന്നെ ഗ്രേ ലൈറ്റും ഗ്രേയും എല്ലാം കൂടെ വരുന്നതിനെ മിക്സ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് മീറ്റർ ചെയ്ത് നമുക്കൊരു ഫോട്ടോ തരുന്നത്. ഇപ്പോൾ കടൽ പോലെ പറഞ്ഞു പോവല്ല. ഇപ്പോൾ ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞാൽ ചില ഫോട്ടോസിൽ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന ഫോട്ടോയിൽ ലൈറ്റ് നല്ലോണം പ്രകാശം വരുന്ന, നോർമലിൽ എടുക്കുന്ന ഫോട്ടോയിൽ ലൈറ്റ് പ്രകാശം വീഴുന്നിടത്തുള്ള കണ്ടന്റ് മാത്രമേ കിട്ടൂ. ഇപ്പോൾ ഇരുട്ടാണ്, ഈ മുറിയിൽ ഇപ്പം ഫുള്ള് ഇരുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും എൻ്റെ മുഖം വ്യക്തമാകത്തില്ല. അപ്പം അങ്ങനെ ലൈറ്റ് കുറഞ്ഞെടുത്തും ലൈറ്റ് കൂടിയെടുത്തും തമ്മിൽ പിന്നെ ഡിഫറൻസ് വരും ഡീറ്റെയിൽസ് കിട്ടുന്നതിൽ. ഒന്നുകിൽ ലൈറ്റ് ഓവറായി പോയി കഴിഞ്ഞാൽ ആ ഭാഗം മൊത്തം വെള്ളയായി പോവും, അതല്ല ഇരുണ്ടാണെങ്കിൽ ഒന്നും കാണത്തില്ല, അത് പ്യുവർ ബ്ലാക്ക് ആയി പോകും. അപ്പോൾ ആ ഭാഗത്ത് ഒന്നും കാണത്തില്ല. എവിടെ നിൽക്കുന്ന എന്തെങ്കിലും ഒബ്ജക്റ്റ് ആണെങ്കിലോ പിന്നെ ഫിക്റ്റഡ് ടെക്സ്ചർ ആണെങ്കിലോ പെയിന്റ് ആണെങ്കിലോ ഇനി അവിടെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ അതോ അല്ലെങ്കിൽ ഒന്നും ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത് കാണാതെ പോകും. ഇപ്പോൾ ഹൈ ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലൈറ്റ് കൂടിയാലും കുറഞ്ഞാലും വരുന്നിടത്ത് ഒരുമാതിരി ഡീറ്റെയിൽ എല്ലാം നന്നായിട്ട് കാണും. അപ്പോൾ അത് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ ഡീറ്റെയിൽ പുൾ ഔട്ട് ചെയ്യുന്ന മെത്തേഡുകളുണ്ട്, പല സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ ചെയ്യുന്നുണ്ട്. നോർമലി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് എക്സ്പോഷറിൽ ഒരു ഫോട്ടോ എടുക്കും. അതായത് നോർമൽ സെറ്റിങ്സിൽ ഒരു ഫോട്ടോ എടുക്കും, ക്യാമറ ട്രൈപോഡിലായിരിക്കും. എന്നിട്ട് വീണ്ടും പിന്നെ ഒരു സ്റ്റോപ്പ് കുറച്ച്, അതായത് 1-2 സ്റ്റോപ്പ് കുറച്ച് ഒരു ഫോട്ടോ എടുക്കും, 1-2 സ്റ്റോപ്പ് കൂട്ടിയും ഒരു ഫോട്ടോ എടുക്കും. എന്നിട്ട് ഈ അങ്ങനെ 3-4 ഫോട്ടോസ് എടുക്കാം. മിനിമം ഒരു 3 ഫോട്ടോ എങ്കിലും ഉണ്ടെങ്കിൽ ഈ 3 ഫോട്ടോ ഒന്ന് നോർമലിൽ എടുക്കുന്നു, പിന്നെ ഒരെണ്ണം കൂട്ടിയും ഒരെണ്ണം കുറച്ചും, ഇത് 3നെയും കൂടെ നമ്മളൊരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ അതിനകത്തുള്ള ഈ പിന്നെ ഡീറ്റെയിലുകളെല്ലാം പുള്ള് ചെയ്ത് ഒരുമാതിരിപ്പെട്ട രീതിയിൽ ആണ് നമ്മൾ ഈ ഹൈ ഡൈനാമിക് റേഞ്ചിലുള്ള HDR ഫോട്ടോസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഗൂഗിളിലോ അല്ലെങ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ HDR ഫോട്ടോസ് എന്ന് പറഞ്ഞ് കാണുന്നത് കൂടുതലും ഭയങ്കരമായിട്ട് കളറും കൂട്ടി കോളമാക്കി വെച്ചിരിക്കുന്ന രീതിയിലുള്ളതാണ് കൂടുതലും കാണുന്നത്. അല്ലാതെ തന്നെ നമുക്ക് HDR ഫോട്ടോ എന്ന് പറയുന്നത് വളരെ നോർമലായിട്ട് തോന്നുന്ന രീതിയിൽ നമുക്കൊരു ഹോട്ടലിൻ്റെ ഇൻറ്റീരിയർ എടുക്കുമ്പോഴോ ഒക്കെ എടുക്കാറുണ്ട്. ഞാൻ പലപ്പോഴും പിന്നെ ഹോട്ടലുകളുടെ ഇൻറ്റീരിയർ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പോകുമ്പോഴും HDR മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത് അതായത് അതിൻ്റെ എല്ലാ ലൈറ്റും എല്ലായിടത്തെയും ഡീറ്റെയിലും കാര്യങ്ങളും ഒപ്പിയെടുത്ത് നമ്മൾ ആ ഫോട്ടോ ചെയ്ത് കൊടുക്കും. അന്നേരം അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നല്ലാതെ കളർ കൂട്ടി ഷാർപ്പ് കൂട്ടി ഡീറ്റെയിൽ പുൾ ഔട്ട് ചെയ്ത് മറ്റേ ഒരുമാതിരി മുഖമൊക്കെ അങ്ങനെ ഇപ്പം മനുഷ്യൻ്റെ എടുക്കുന്നെങ്കിൽ സ്കിന്നെല്ലാം കൂടെ മറ്റേ വരണ്ട പാടം പോലെ ആക്കുന്ന രീതിയിലൊന്നും അല്ലാതെ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പല രീതി ചെയ്യാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതിലേക്ക് ഞാനൊന്നും പറയുന്നില്ല. അത് നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഒരെണ്ണം ചെയ്യുന്നതിന് നമുക്കിപ്പോൾ ഒരു ഫോട്ടോയിൽ വേണമെങ്കിലും ആ HDRന്റെ ഒരു ഫീലിംഗ് കൊണ്ടുവരാൻ പറ്റും ഒരു പരിധി വരെ. അങ്ങനെയുള്ള ഒരു സാധനം കൂടാണ് ഈ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നത്. അപ്പം അത് HDR എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുന്നു തോന്നുന്നു. നോർമലായിട്ട് ഹൈ ഡൈനാമിക് റേഞ്ച് ആണ്, അതായത് ഒരുമാതിരി ആ HDR ഫോട്ടോയിൽ എല്ലാ ഭാഗങ്ങളും വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും ഡീറ്റെയിലോടുകൂടി കാണാൻ പറ്റും. അതിന് കളറും സാച്ചുറേഷനും ഒക്കെ കുറച്ച് കൂടുതൽ കൊടുത്തിട്ട് വേറൊരു രൂപം കൊണ്ടുവരാൻ പറ്റും, അല്ലാതെ ഡീറ്റെയിൽ മാത്രം പുൾ ഔട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ പല രീതി ചെയ്യാം. അപ്പോൾ ഈ ചെയ്യുന്നതിനെല്ലാം നമുക്ക് ഈ സോഫ്റ്റ്വെയറുകൾ വേണം. അതിന് ഒരുപാട് HDR സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്, പക്ഷെ അതൊന്നും ഫ്രീ അല്ല. ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി നമുക്ക് HDR എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതുകൂടാതെ നമുക്കൊരു പോർട്രേറ്റോ അല്ലെങ്കിൽ വേറൊരു പിന്നെ ഏതെങ്കിലും ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്, 3-4 പാർട്ടുണ്ട്. അതും എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഗൂഗിളിലേക്ക് പോവുകയാണ്, അത് സെർച്ച് ചെയ്യുന്നത് നോക്കാം. ഗൂഗിൾ ഓപ്പൺ ചെയ്തു. ഇങ്ങനെ ഒരു ഇതാണ് വരുന്നത്. ഇതിനകത്ത് ഇവിടെ ഈ ഭാഗത്തായിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. വിൻഡോസിന് വേണ്ടിയാണോ മാക്കിന് വേണ്ടിയാണോ നോക്കുക. ഇപ്പോൾ നമ്മൾ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പോൾ അതാണ്ട് ഇവിടെ നിക്കിൻ്റെ നൈക്ക് കളക്ഷൻ ഫുള്ളാണ്, അതാണ്ട് 429 MB ഉണ്ട്. അപ്പം കുറച്ച് സമയം എടുക്കും അത് ഡൗൺലോഡായി വരാൻ. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് പോലെ ഇരിക്കും, നോക്കാം.
ഇത് ഏതാണ്ട് ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളതിൽ ഞെക്കുകയാണ്. ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇപ്പോൾ നോർമലി ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് വന്നു കഴിയുമ്പം ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു പോപ്പപ്പ് വിൻഡോ പോലെ വരും. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത നൈക്ക് സോഫ്റ്റ്വെയറിൻ്റെ ടൂൾസ്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ അതിൽ തന്നെ സെറ്റിങ്സിൽ ഡു നോട്ട് ഷോ കൊടുത്തു കഴിഞ്ഞാൽ വരത്തില്ല. എന്തായാലും അത് നമുക്ക് ഫിൽറ്ററിൽ ഇവിടെ കിടപ്പുണ്ട്, നൈക്ക് ഷോ. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു ഫയൽ ഓപ്പൺ ചെയ്യാം. സാമ്പിൾ എന്ന് പറഞ്ഞൊരു ഒരു ഫയൽ ഞാനിപ്പോൾ ആദ്യമായിട്ടൊരു HDR ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കുക. അപ്പോൾ അതിനകത്തൊരു ഫയൽ ഓപ്പൺ ചെയ്തതാണ്, ഏതെങ്കിലും ഒരു ഇമേജ്. ഇപ്പോൾ HDR ചെയ്യുന്നത് കാണിക്കാനാകുമ്പോൾ ഒരു ലാൻഡ്സ്കേപ്പാണ് കുറച്ച് നല്ലത്. നമുക്കിത് ഒരു ലെയറൂടെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടേക്കാം. ഒരു ലെയറൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അറിയാൻ പറ്റും. ഇനി നേരെ നമുക്ക് ദാണ്ട ഫിൽറ്ററിലേക്ക് പോവുക. ഫിൽറ്ററിലേക്ക് പോകുമ്പോൾ ഇവിടെ നൈക്ക് കളക്ഷൻസ് എന്ന് പറഞ്ഞ് കാണും. ഈ പറഞ്ഞ ഓരോന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതാണ്. ഷാർപ്പൻ ചെയ്യാം, ദെൻ ഇത് സിൽവർ ഇവിടെ ഓരോന്നുണ്ട്. നിങ്ങൾ ഇതിൽ ഓരോന്നും എടുത്ത് അതിനകത്തുള്ള ഓപ്ഷൻസ് എല്ലാം നോക്കുക. ഇപ്പം ഞാൻ തൽക്കാലം HDR FX എന്നുള്ളത് നോക്കുകയാണ്, FX Pro 2 എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പം ഇത് വേറൊരു പോപ്പപ്പ് വിൻഡോ ഇതിനകത്ത് ഓൺ ചെയ്ത് വരും. ഇത് ഓൾറെഡി കുറച്ച് ഡീറ്റെയിൽ ഉള്ള, കാരണം ഇത് ജബൽ ചേസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ഞാൻ എടുത്തൊരു ഫോട്ടോയാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞാൽ നല്ല പാറകളും നല്ല ഒരുപാട് ഡീറ്റെയിൽസ് ഓൾറെഡി അവിടെ ഉണ്ട്. എന്നാലും നമുക്കത് നോക്കാം. അതിനകത്ത് എന്തൊക്കെ ഇനി കുറെ കൂടെ ഇതിപ്പം ഒരു HDR ഫീലിംഗ് ആണ് ഓൾറെഡി ഈ ഫോട്ടോയ്ക്കുള്ളത്. സത്യത്തിൽ അതൊരു HDR ഫോട്ടോ അല്ല, ഞാനൊരു സിംഗിൾ ഫോട്ടോ കൈ കൊണ്ട് എടുത്ത ഒരു ഫോട്ടോയാണ്. കൈ എന്ന് പറഞ്ഞാൽ ട്രൈപോഡിലൊന്നും വെക്കാതെ എടുത്തൊരു ഫോട്ടോയാണത്. അപ്പം ഇതിനകത്ത് ഇങ്ങനെ ഇമേജ് ഇങ്ങനെ ലോഡായി വരും. ഇപ്പം നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് അനുസരിച്ച് ഇതിനകത്ത് പ്രോസസ്സറിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയുടെയും ഒക്കെ സ്പീഡും ഇതും അനുസരിച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഇത് ഓപ്പണായി വരുന്നതിൻ്റെ. പക്ഷേ എങ്കിലും ഓപ്പൺ ആവും. അപ്പോൾ ഇതാ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി കുറേ പ്രീസെറ്റുകളും അതും ഇതും എല്ലാം കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ താണ്ട ആർക്കിടെക്ചറിൽ ലാൻഡ്സ്കേപ്പിന് ചെയ്യുന്നത് എന്ന് വേണ്ട അങ്ങനെ കുറേ വരാം. പ്രീസെറ്റുകൾ കാണും. ഇവിടെ തന്നെ നോക്കുവാണെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന കുറേ സാമ്പിൾസ് ഉണ്ട്. ഇങ്ങനെ കണ്ടോ, ഇതിലേക്ക് നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റുന്നതാണ്. ഇപ്പം അത് നമ്മൾ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതിലേക്ക് അങ്ങ് പോവുകയാണ്. ഇപ്പം ആ ഒരു ഫോട്ടോയെ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പം അതിൻ്റെ അകത്തുള്ള സെറ്റിങ്സ് നേരെ അതിലേക്ക് അങ്ങ് അപ്ലൈ ആവുക. പ്രിസൈസ് കണ്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര ഈ ഭാഗത്ത് ഇപ്പോൾ റോഡിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽ, ഒരുപാട് ഭാഗങ്ങളുടെ ഇവിടെ എല്ലാം കണ്ട കുത്തു പോലെ കാണാൻ സാധിക്കും. പൊതുവേ നമ്മൾ HDR എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരെണ്ണമാണ് ഓവർ ഡീറ്റെയിലും ഓവർ കളറും സാച്ചുറേഷനും ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു ടൈപ്പ്. ഇതുപോലെ എന്ന് പറയുന്നത് ഡിഫോൾട്ടാണ്. ഡിഫോൾട്ട് ഞെക്കുമ്പം ഇതിലേക്ക് പോയി. ഇനി ഇവിടെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കൂട്ടാനും കുറയ്ക്കാനും പറ്റും. എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഡൈനാമിക് റേഞ്ച്, ഡീറ്റെയില്, ഡ്രാമ, ഡെപ്ത്ത്. ഇത് ഇപ്പം നോർമൽ ഡെപ്താണ്. ഡെപ്ത്ത് കൂട്ടുക എന്ന് പറഞ്ഞാൽ ആ ഡീറ്റെയിലിൻ്റെ ഡെപ്ത്ത് കൂട്ടുകയാണ്. പിന്നെ മെത്തേഡ് ഓഫ് സ്ട്രെങ്തൻ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ടോൺ കംപ്രഷൻ ഉണ്ട്. പിന്നെ ഡ്രാമ ആഡ് ചെയ്യാം. പിന്നെ സ്ട്രക്ചർ ഇത് പറഞ്ഞാൽ ഓരോന്നും ചെയ്ത് നോക്കുമ്പം നമുക്ക് ബാക്ക് വൈറ്റ്സ് അത് മാറുന്നതിനനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ വ്യത്യാസം ഇവിടെ നിങ്ങൾക്ക് പ്രിവ്യൂ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും.
നമുക്കിത് സേവ് ചെയ്ത് വെക്കാം. എന്നിട്ട് സെറ്റിങ്സിൽ പോയിട്ട് ഈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് സേവ് ചെയ്തൊക്കെ വെക്കാം. നമുക്കിഷ്ടമുള്ള ഇപ്പോൾ ഡാർക്കായിട്ടുള്ള ഒരു HDR ഫീലിങ് ഇങ്ങനെ ചെയ്ത്, ഇത് വളരെ സിമ്പിളായിട്ട് ഫോട്ടോഷോപ്പിൽ നിന്ന് ഒറ്റ ഫോട്ടോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ മൾട്ടിപ്പിൾ എക്സ്പോഷർ എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, വേറെ പൈസ കൊടുത്ത് സോഫ്റ്റ്വെയറുകളൊന്നും വാങ്ങിച്ചിട്ടില്ല, ഒന്നുമില്ല. ജസ്റ്റ് എടുത്തു. ഇതിനകത്ത് ആണ് നമ്മൾ ഈ പ്ലേ ചെയ്യുന്ന മൊത്തം. അപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ഞാൻ കൊടുക്കുക. ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ആ ഫോട്ടോ. എന്നിട്ട് ഞാനിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജിനെ അവർ പ്രോസസ്സ് ചെയ്തെടുക്കും. പ്രോസസ്സ് ചെയ്ത് പുതിയൊരു ലെയറിലോ, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് വരും. അത് ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്, സെലക്ട് അടുത്ത ലെയറിൽ പോകണമെങ്കിലൊക്കെ. ഇത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമുക്ക് വേറെ ക്ലാസ്സുകൾ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള സാധനം. ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നിന്ന് വന്നിരിക്കുന്ന മാറ്റം ഇപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് സത്യത്തിൽ HDR അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് നോർമൽ ആണ്ടോ. ആ ഡീറ്റെയിൽ മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ കണ്ടോ, കൂടുതൽ ഡീറ്റെയിൽ വരുന്നു. ഈവൻ റോഡിൽ പോലും കൂടുതൽ ആ ഡീറ്റെയിൽ മാറി വരുന്നത് കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഇന്റീരിയറിൽ ഉപയോഗിക്കാം. ഇത്രയും ഡെപ്ത് ഇല്ലാതെ കുറച്ചും കൂടെ വളരെ മൈൽഡായിട്ട് ചെയ്യണം. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എക്സാജറേറ്റ് ചെയ്ത് അതിൻ്റെ എത്രത്തോളം വരെ അതിന് പോകാൻ പറ്റുമെന്നുള്ള രീതിയിൽ കാണിച്ചതാണ്. വളരെ മൈന്യൂട്ടായിട്ടൊരു ഡീറ്റെയിൽ പുൾ ഔട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ആ പടം കാണാൻ. ഇത് ഇങ്ങനൊന്നും പോസ്റ്റ് ചെയ്യരുത് ഒരിക്കലും. ഇത്തരത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഒരു എന്താ പറയുന്നത്, അതിനെ നമ്മളെ കൊന്നു ആ പടത്തെ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇത് ഇങ്ങനായിരുന്നു നേരത്തെ. ഞാൻ അതിൻ്റെ പഴയ പടം ഒന്ന് ഓഫ് ചെയ്യാം. ആ ലെയർ പുതിയ ആയിട്ടിരിക്കുന്ന ലെയറിലേക്കാണ് ഇത് അപ്ലൈ ആയിരിക്കുന്നത്. ചേഞ്ചസ് അറിയാൻ പറ്റും. ഫിൽറ്ററിൽ പോവുക. ഇതാണ്ട് ഇവിടെ നൈറ്റ് കളക്ഷൻസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് അടുത്ത വേറൊരെണ്ണമാണ് അനലോഗ് എഫക്ട്സ് പോകുന്നത്. നോക്കാം. ഇങ്ങനെ അതിനകത്തുള്ള ഓരോന്നും നിങ്ങൾ ചെയ്ത് നോക്കുക. അതിനകത്ത് കടൽ പോലുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് ഓരോന്നും സമയം പോലെ ഇരുന്ന് പതുക്കെ ചെയ്ത് നോക്കുക. ഫിൽറ്ററിൽ പോവുക. ഫിൽറ്ററിനകത്ത് പോയിട്ട് നൈറ്റ് കളക്ഷൻസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അതിനകത്തുള്ള ഈ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ഓരോന്നെടുത്തെടുത്ത് സിൽവർ എന്ന് പറഞ്ഞാൽ അത് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്നതാണ്. അങ്ങനെ തുടങ്ങി ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമായ ഓരോന്നും സമയം പോലെ എടുത്ത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി കാണുമെന്ന് കരുതുന്നു. അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, അറിയാത്ത ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്രദമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് ചെയ്ത് നോക്കണം, പ്രാക്ടീസ് ചെയ്യണം. ഇത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് അതിൻ്റെ റിസൾട്ടുകൾ പിന്നെ ഇതെന്താ പറയുന്നത് നിങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ പഠിക്കണം അത്. ഓക്കെ, അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പിന്നെ കുറച്ച് ക്യാമറയുടെ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നു. ദൈവമേ, അത് വായിച്ചപ്പം അത് കണ്ടപ്പം എനിക്ക് സത്യത്തിൽ പലരുടെയും ചോദ്യം കേട്ടിട്ട് തമാശ പോയിട്ടും ദേഷ്യം എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടും ഒക്കെ പലരും മെസ്സേജ് അയച്ചു. ചേട്ടാ, ഞങ്ങളുടെ ക്യാമറ എടുത്ത് വെള്ളത്തിലിടണമെന്നാണോ പറയുന്നത്? ഈ പറഞ്ഞ മോഡലുകളൊന്നും, ചേട്ടൻ പറഞ്ഞ മോഡലൊന്നും അല്ല എൻ്റെ കയ്യിലിരിക്കുന്നത്, അതെന്താണ് ഇതെന്താണെന്നൊക്കെ പറഞ്ഞ് വളരെ പിന്നെ എന്താ പറയുന്നത് ഹൃദയസ്പർശിയായി പിന്നെ മെസ്സേജുകളും പിന്നെ ഒക്കെ അയച്ചു. പക്ഷെ സത്യത്തിൽ എനിക്ക് സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഞാൻ അന്ന് ആ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് ഇനി ഉള്ള പിന്നെ ക്യാമറ വാങ്ങാൻ പോകുന്നവർക്ക് അതൊരു ഓപ്ഷനായിട്ട് കണക്കാക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഈ മറ്റ് ക്യാമറകൾ മോശമാണെന്നല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ഓപ്ഷനും എൻ്റെ ഒരു പിന്നെ ചെറിയ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് നോക്കിയപ്പോൾ കണ്ട
ഇതായിരുന്നെങ്കിൽ കുറെ കൂടെ നന്നായിരിക്കും, ഈ ഓപ്ഷൻ ആളുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ ഒന്ന് കണ്ടുവന്നേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ക്യാമറ മോഡലുകൾ അതിന് സജസ്റ്റ് ചെയ്ത് പറഞ്ഞു എന്നല്ലാതെ ബാക്കി ക്യാമറകൾ മോശമാണെന്നേ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരും വിചാരിക്കരുത്. പിന്നെ ഇതിലെല്ലാം ഉപരി നമുക്ക് ഉദാഹരണം ഞാൻ പണ്ട് പലപ്പോഴും മെസ്സേജിൽ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, ഇതിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്നാലും ഒരിക്കൽ കൂടി പറയാം. നമ്മുടെ കയ്യിലിപ്പം ഒരു മാരുതി 800 ഉണ്ട്, അല്ലെങ്കിൽ ഒരു BMW ഉണ്ട്. നമുക്ക് ഡ്രൈവിംഗ് അറിഞ്ഞുകൂടെന്നുണ്ടെങ്കിൽ ഈ BMW കാർ ആയാലും മാരുതി 800 ആയാലും നമ്മളെ സംബന്ധിച്ച് ഒരുപോലാണ്. നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെയോ അല്ലെങ്കിൽ കോഴിക്കോട് വരെയോ പോകണം, ഈ ഡ്രൈവിംഗ് അറിഞ്ഞുകൂടെങ്കിൽ ഈ വണ്ടി നമ്മുടെ കയ്യിൽ 2 വണ്ടി ഉണ്ടെങ്കിൽ ഒരു ഗുണമില്ല എന്നും. അപ്പം ഇതിനകത്ത് നമ്മളാണ് ആ നമുക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ മാത്രമേ ഇതിനകത്ത് പിന്നെ വണ്ടി കൊണ്ട് ഗുണം ഉണ്ടാവുന്നുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമുക്കപ്പം ഈ ഇതിനകത്ത് നമ്മളുടെ കഴിവിനാണ് പ്രാധാന്യം. ശ്രീ ബാലു മഹേന്ദ്രൻ എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള ഒരു സംവിധായകനും അദ്ദേഹം ക്യാമറാമാനും ഒക്കെ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാമറ അല്ല, അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കാണ് അതിൻ്റെ പ്രാധാന്യം. അതായത് ഏത് ക്യാമറ നിങ്ങളിപ്പം ഏറ്റവും കൂടിയ ഫേസ് 1 ക്യാമറകളോ അല്ലെങ്കിൽ റെഡിൻ്റെ ക്യാമറയോ എന്ന് വേണ്ട ഹാസൽ ബ്ലേഡോ ഏത് ക്യാമറ ആയാലും കൂടിയ ക്യാമറകൾ ഉപയോഗിച്ചാലും നമുക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാ, നമ്മളത് വേണ്ട രീതിയിൽ യൂസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു ഗുണമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ആ റൈറ്റ് ടൂള് പിന്നെ ഓപ്ഷൻസ് വെച്ച് നമുക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവും തീർച്ചയായിട്ടും. ഇപ്പം മാരുതി 800 ചിലപ്പോൾ AC കാണത്തില്ല, BMW ചിലപ്പോൾ AC കാണും, അല്ലെങ്കിൽ അതിനകത്ത് ചിലപ്പം 60D ചേഞ്ചർ ആയിരിക്കും, പിന്നെ പവറുള്ള എഞ്ചിനായിരിക്കും. ആ തരത്തിലുള്ള വ്യത്യാസം കാണും. ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും, അങ്ങനെയുള്ള സ്റ്റൈലിഷ് ആയിരിക്കും, മോർ ലക്ഷറി ആയിരിക്കും. അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നല്ലാതെ ഇപ്പം നമുക്ക് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോകാനോ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് വരെ പോകാനോ മാരുതി 800 ആയാലും മതി. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഒരു ക്യാമറയും അല്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെന്നും പറഞ്ഞ് ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞ ക്യാമറകൾ മാത്രം നല്ലതാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഒരു ബയേഴ്സിനുള്ള ഒരു അഡ്വൈസ് എന്നുള്ള നിലയിൽ മാത്രമായിട്ട് അതിനെ കണ്ടാൽ മതി. അല്ലാതെ യാതൊരു രീതിയിലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ക്യാമറ മോശമാണെന്നോ ഈ ക്യാമറ ബെറ്റർ ആണെന്നോ ഒന്നുമില്ല. പിന്നെ കമ്പാരിറ്റീവ്ലി ഒരു ഇലക്ട്രോണിക് ഡിവൈസ് എന്നുള്ള രീതിയിൽ അതിന് ഓപ്ഷൻസിനുള്ള ഒരു വ്യത്യാസം മാത്രം ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്തു മാത്രം. ഇത് ബാക്കി സുഹൃത്തുക്കൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ എപ്പിസോഡ് ഇപ്പം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നമ്മളുടെ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ നന്ദിയും ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായിട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണത്തിനും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. എന്തായാലും മുടങ്ങാതെ എനിക്കറിയാവുന്ന എൻ്റെ ഫോട്ടോഗ്രാഫി കരിയറിൽ നിന്നും എൻ്റെ ഫോട്ടോഗ്രാഫി ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ചതും കണ്ടതും കേട്ടതും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള അറിവുകൾ നിങ്ങളുമായിട്ട് ഇങ്ങനെ വന്ന് ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതിന് നിങ്ങൾ തരുന്ന ഈ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡുമായിട്ട് ഉടൻ തന്നെ കാണാം എന്ന പ്രതീക്ഷയോടെ ദീപു, ബൈ ബൈ.